പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 1 വാനിഷിങ്, 2 പ്രൊപ്പോർഷൻ, 3 പെർസ്പെക്റ്റീവ്. അതിൽ വാനിഷിങ്ങും പ്രൊപ്പോർഷൻ നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ വരുന്നത്. സിമ്പിളായിട്ട് എന്താണ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ചിത്രം വരയ്ക്കണമെന്ന് കരുതുക. അവിടെ ഒരു കുട്ടിയും ഒരു തെങ്ങും നിൽക്കുന്നു. രണ്ടുപേരും ഒരേ ലെവലിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. അങ്ങനെ ആ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അവിടെ കുട്ടിയുടെ സൈസ് ചെറുതും തെങ്ങിൻ്റെ സൈസ് വലുതുമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേസമയം കുട്ടി ഒരുപാട് മുന്നിലും തെങ്ങ് ഒരുപാട് പുറകിലുമാണ് നിൽക്കുന്നതെന്ന് കരുതുക. ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുട്ടിയുടെ ഹൈറ്റ് കൂടുകയും തെങ്ങിൻ്റെ ഹൈറ്റ് അതിനോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുകയോ ചെയ്യുന്നത്. എന്നാൽ മാത്രമായിരിക്കും ഇവിടെ നമ്മൾ വാനിഷിങ്ങും അതിൻ്റെ പെർസ്പെക്റ്റീവും അനുസരിച്ച് ആ ചിത്രം കൃത്യമായിട്ട് വരിക. ഇതേ രീതി തന്നെയാണ് നമ്മൾ വരയ്ക്കുന്ന ഫേസിലും വരുന്നത്. വളരെ ചെറിയ തോതിലാണ് വരുന്നതെങ്കിലും നമ്മൾ വരയ്ക്കുന്ന ഐസ്, നോസ്, ലിപ്സ്, ഇയേഴ്സ് ഇതിലൊക്കെ ഇതിൻ്റെ സ്വാധീനം വളരെ തന്നെ വലുതാണ്. നമ്മൾ വരയ്ക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഇതിൻ്റെ ചരിവ്, അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പം ഇതൊക്കെ നിർണ്ണയിക്കുന്നത് പെർസ്പെക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും സിമ്പിളായിട്ട് എന്താണ് പെർസ്പെക്റ്റീവ് എന്നും അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ വരയ്ക്കാൻ പോകുന്ന പേപ്പറിനെ ലാൻഡ്സ്കേപ്പായും പോർട്രേറ്റായിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പായിട്ടാണ്. നമ്മുടെ ഈ ഒരു പേപ്പറിനെ 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഏറ്റവും മുകളിൽ വരുന്നത് പിൻതലം, സെൻറ്ററിൽ വരുന്നത് മധ്യതലം, മുന്നിൽ വരുന്നത് മുൻതലം. അതായത് ഫ്രണ്ട് സർഫസ്, മിഡ് സർഫസ്, ബാക്ക് സർഫസ് അത്രേ വരുന്നുള്ളൂ. ഇങ്ങനെ 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രാധാന്യം അനുസരിച്ചും അതിൻ്റെ ഡീറ്റെയിലിംഗ് അനുസരിച്ചുമായിരിക്കും നമ്മളതിനെ മുന്നിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻസിനെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ പെറ്റ്സ്, അനിമൽസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ വലുതായിട്ട് തന്നെ നമുക്ക് 3ാമത്തെ തലത്തിൽ വരയ്ക്കാം. എന്നാൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞ അല്പം ഡള്ളായിട്ട് വരയ്ക്കേണ്ട ഒബ്ജക്റ്റുകളാണെങ്കിൽ, അതായത് വീട്, വഴികൾ, റോഡ്, ബിൽഡിങ്ങുകൾ, ചെറിയ മരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് 2ാമത്തെ തലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ട്രീ വരയ്ക്കുമ്പോൾ മുൻതലത്തിൽ നിന്ന് തന്നെ വരയ്ക്കുന്നു. അത് പോർട്രേറ്റുമായിട്ട് വരയ്ക്കുമ്പോഴാണ് കൂടുതലായിട്ടും സാധ്യമാവുക. നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ബേസ് എവിടെ നിൽക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇമ്പോർട്ടൻസ് ഒരുപാട് കുറഞ്ഞ ലോങ് വ്യൂ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹിൽസ്, സ്കൈ, അതുപോലുള്ള സൺസ്, മറ്റ് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് 1ാമത്തെ തലവും ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് പെർസ്പെക്റ്റീവിലേക്ക് വരാം. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ 2ാമത്തെ തലത്തിലേക്ക് വരയ്ക്കുകയാണ്. അതേ തരത്തിൽ തന്നെ നമ്മളൊരു മരവും വരയ്ക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഹൈറ്റിനെക്കാട്ടിലും 2-3 മടങ്ങ് ഹൈറ്റ് കൂടുതലായിട്ട് വരുന്ന രീതിക്കായിരിക്കണം ആ ഒരു മരം വരയ്ക്കേണ്ടത്. എന്നാൽ കുട്ടിയെ നമ്മൾ 3ാമത്തെ തലത്തിലേക്ക്, മുൻതലത്തിലേക്ക് വരയ്ക്കുകയാണെന്ന് കരുതുക. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മരത്തിന് എത്ര ഹൈറ്റാണോ കൊടുത്തത് ഏകദേശം അതിനോട് അടുത്ത് വരുന്ന രീതിക്കോ അതിനേക്കാൾ ഹൈറ്റ് വരുന്ന രീതിക്കോ കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഹൈറ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വരയ്ക്കുന്ന കുട്ടിയുടെ കാലുകൾ 3ാമത്തെ തലത്തിൽ എവിടെ നിൽക്കുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരുപാട് മുകളിലേക്ക് വരാനും പാടില്ല. നമ്മളിപ്പോൾ വരച്ച ട്രീ ഇപ്പോൾ 1ാമത്തെ തലത്തിന് അടുത്തേക്ക് പോകുന്ന രീതിക്കാണ് വരയ്ക്കുന്നതെങ്കിൽ വളരെ വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് വരയ്ക്കാൻ കഴിയുക. കാരണം അത്രയും ലോങ്ങിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വിഡ്ത്തും കുറയുന്നു, ഹൈറ്റും കുറയുന്നു. ഈ ഒരു കാര്യമാണ് നമ്മൾ പെർസ്പെക്റ്റീവ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് വ്യൂയിലേക്ക് വരുമ്പോൾ നമ്മുടെ 1ാമത്തെ തലത്തിലേക്ക് നമ്മുടെ ഹിൽസും ആഡ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഇതും പെർസ്പെക്റ്റീവിൻ്റെ മറ്റൊരു ഘടകമാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് തലത്തിലേക്ക് അപ്രാധാന്യമുള്ള ഒബ്ജക്റ്റുകൾ, വീടുകൾ നമുക്ക് സെക്കൻഡ് തലത്തിൽ ആഡ് ചെയ്യാം. അത് മധ്യതലമായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ വാനിഷിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൽ, അതായത് സൈഡ് വരച്ചപ്പോൾ നമ്മൾ ചരിച്ചാണ് വരച്ചത്. ഇനി വാനിഷിങ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, നമ്മളൊരു പുഴയോ എന്തെങ്കിലും ഹില്ലിൽ നിന്ന് താഴേക്ക് വരുന്നതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിലും നമുക്ക് വാനിഷിങ് ഇതുപോലെ കാണിക്കാം. സ്റ്റാർട്ടിങ് വിഡ്ത്ത് കുറച്ച് എൻഡിങ് വിഡ്ത്ത് കൂട്ടി. ഇങ്ങനെ നമ്മൾ വിഡ്ത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക് വരുമ്പോൾ പതിയെ 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 അതിൻ്റെ വിഡ്ത്ത് കൂടുന്നതായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇതേ കാര്യം തന്നെ നമുക്കൊരു വഴി വരച്ചുകൊണ്ടും ചെയ്യാം. തുടക്കം വിഡ്ത്ത് കുറഞ്ഞും എൻഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുന്നിലേക്ക് വരുമ്പോൾ വിഡ്ത്ത് കൂടുതലായിട്ട് വരുന്ന രീതിക്കും. അത് നമുക്ക് കർവായിട്ടോ സ്ട്രെയിറ്റ് ആയിട്ടോ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ഏറ്റവും മുൻതലത്തിലായിട്ട് ഒരു ട്രീ വരയ്ക്കുകയാണെന്ന് കരുതുക. ട്രീയുടെ ബ്രാഞ്ച് നമുക്ക് ഈ ഒരു പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് വരച്ച് കാണിക്കാം. ട്രീയുടെ ആ ഒരു മെയിൻ സ്റ്റെമ്മ് മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു പേജിൽ കാണിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു കുഞ്ഞ് പ്ലാന്റ് നമ്മളിപ്പോൾ മുൻതലത്തിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ അത്യാവശ്യം വലുതായിട്ട് കാണിക്കാം. അതേസമയം പുറയിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരയ്ക്കുന്നതായിട്ട് കാണിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർക്കുക. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത വാനിഷിംഗ്, പ്രൊപ്പോർഷൻ, പെർസ്പെക്റ്റീവ് ഇവയനുസരിച്ച് വരച്ച ഒരു ചിത്രത്തിലേക്ക് നമുക്കിനി പോകാം.
നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ഞാനിത് ഇപ്പോൾ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ ഇത്രയും ലൈറ്റായിട്ട് ഈ ഒരു പിക്ചർ വരച്ചതിൻ്റെ കാരണം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഷെയ്ഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമായിരിക്കും ആ ഒരു പിക്ചറിന് റിയൽ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുക. അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഡാർക്കായിട്ട് ആദ്യമേ തന്നെ വരച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വേണ്ട സ്ഥലങ്ങളിൽ നമുക്കതിനെ എറേസ് ചെയ്ത് ലൈറ്റ് ആക്കേണ്ടി വരും. അങ്ങനെ എറേസിങ് ചെയ്യുമ്പോൾ അത് പേപ്പറിന് ഡാമേജ് ഉണ്ടാക്കുകയും നമ്മുടെ ഷെയ്ഡ്സ് ക്ലിയർ അല്ലാതെ വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോൾ ഏത് ചിത്രം വരച്ചാലും മാക്സിമം ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിക്ക് ഈ ഒരു പിക്ചറിനെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ഡാർക്ക് ചെയ്യില്ല, കാരണം എനിക്കിത് ഓവറായിട്ട് ഡാർക്ക് ചെയ്താൽ ഈ ഒരു പിക്ചർ ഷെയ്ഡിങ് അത്ര പോസിബിൾ അല്ല. എന്തായാലും നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഈ ചിത്രം ഇപ്പോഴും വളരെ ലൈറ്റാണ്. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ സ്കെച്ച് ചെയ്ത പിക്ചറിൽ തന്നെ ഏറ്റവും പുറകിലേക്ക് വളരെ ലൈറ്റായിട്ടും വരച്ചിട്ടുണ്ട്. മുന്നിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ കുറച്ച് ഡാർക്ക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം പുറകിലേക്ക് പോകുമ്പോൾ ഒബ്ജക്റ്റ് വീണ്ടും വീണ്ടും ലൈറ്റായിട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. അതായത് എന്തൊക്കെ എവിടേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഏറ്റവും പുറകിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത ആ പോസ്റ്റിലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ ഏറ്റവും അങ്ങറ്റത്ത് വരച്ചിരിക്കുന്നത് വളരെ ചെറിയ പോസ്റ്റാണ്. അത് ഒരുപാട് ദൂരം നിൽക്കുന്നതും അതിൽ നിന്ന് മുന്നിലേക്ക് വരുന്തോറും അല്പച്ചെ ഹൈറ്റ് കൂടുന്ന രീതിക്കുമാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വാനിഷിങ്, പ്രൊപ്പോർഷൻ, പെർസ്പെക്റ്റീവ് ഇത് മൂന്നും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ ഏറ്റവും മുന്നിലുള്ള വീടിനെയും മരത്തെയും നോക്കാം. മരത്തിനെയും വീടിനെയും നമ്മൾ ഒരേ ലെവലിലാണ് വരച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ബേസുകൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പുകളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളൊരു വീടും മരവും വരയ്ക്കുന്നത് പോലെ തന്നെ വീടിനെ ചെറുതാക്കിയും മരത്തെ വലുതാക്കിയുമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് നമ്മുടെ ഈ ഒരു മരത്തെയും നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയും തമ്മിൽ കണക്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു പെൺകുട്ടിയെ വരച്ചിരിക്കുന്നത് മുൻതലത്തിലാണ്. അതേസമയം വീടിനടുത്താണ് നമ്മൾ ആ ഒരു പെൺകുട്ടിയെ വരച്ചത് എങ്കിൽ വളരെ ചെറുതായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പെൺകുട്ടിയും മരവും തമ്മിലുള്ള ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പെൺകുട്ടിയുടെ ഹൈറ്റ് ഏകദേശം 15 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. എന്നാൽ മരത്തിൻ്റെ ഹൈറ്റ് ഏകദേശം 12 സെൻറ്റിമീറ്ററാണ് വരുന്നത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ട്രീ പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വീടിരിക്കുന്ന ടോട്ടൽ ഏരിയ തന്നെ കവർ ചെയ്യുന്ന രീതിക്കായിരിക്കും ട്രീ വരുന്നത്. ചിലപ്പോൾ അതിനേക്കാട്ടിലും വലുതായിട്ട് തന്നെ വരയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പെൺകുട്ടിയെ മുന്നിലേക്കും ട്രീയെ പുറകിലേക്കും വരച്ചിട്ടുള്ളത്. പെർസ്പെക്റ്റീവ് നമ്മൾ ചെയ്തതുപോലെ തന്നെ വാനിഷിങ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മുന്നിലേക്ക് വരുന്ന വഴിയായാലും നമ്മൾ ചെയ്തിട്ടുള്ള പുഴയായാലും അതിൻ്റെ തുടക്കത്തിൽ നിന്ന് ഒടുക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് വീതി കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ വരച്ചിട്ടുള്ള വേലിയും നമ്മൾ കൃത്യമായി വാനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ വേലിക്കാമ്പും തുടക്കത്തിൽ നിന്ന് ഒടുക്കത്തിലേക്ക് വരുമ്പോൾ വലുതായിട്ട് വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന വീടുകൾ തമ്മിലും അതിൻ്റെ ലെവലുകൾ തമ്മിലും നമ്മൾ വ്യത്യാസം ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൊപ്പോർഷനും വരുന്നുണ്ട്, വാനിഷിങ്ങും വരുന്നുണ്ട്, പെർസ്പെക്റ്റീവും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രാധാന്യം വരുന്ന ഒബ്ജക്റ്റിനെയാണ് ഏറ്റവും മുന്നിലേക്ക് വരയ്ക്കേണ്ടത്. അതിനുശേഷം പ്രാധാന്യം കുറഞ്ഞ ഒബ്ജക്റ്റുകളാണ് പുറകിലേക്ക് വരയ്ക്കേണ്ടത്. അതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു പിക്ചറിനെ അറേഞ്ച് ചെയ്ത് വരയ്ക്കാനും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഈ ഒരു പിക്ചർ വരച്ചത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷെയ്ഡിങ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു പിക്ചറിൻ്റെ ഫുൾ ഷെയ്ഡിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അത് അടുത്തൊരു വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ആർക്കും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇതുപോലൊരു ചിത്രമോ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങുകളോ പോസിബിളായി എന്ന് പറ്റില്ല. തുടർച്ചയായിട്ടുള്ള പരിശ്രമവും പ്രാക്ടീസുമാണ് നമ്മളെ ഇത്രയും പെർഫെക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് സഹായിക്കുക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.